ഇടതു ഭരണത്തിൻ കീഴിലെ കേരളത്തിലെ മാറ്റങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ ലേഖനത്തെ എതിർത്തും പിന്തുണച്ചും നേതാക്കളും രംഗത്തെത്തി. ലേഖനത്തെ സംബന്ധിച്ച് UDF-ൽ അതൃപ്തി പുകയുമ്പോൾ തരൂരിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുകയാണ് ഇടത് നേതാക്കൾ. അതേസമയം രാഷ്ട്രീയ വിമർശനം പറയേണ്ട വേദിയിൽ ലീഗ് പറയുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. സർക്കാർ അനുകൂല പ്രസ്താവന നടത്തിയ ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് UDF കൺവീനർ MM ഹസൻ രംഗത്തെത്തി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ നിന്നും മാറി നിന്ന് വേണം തരൂർ സ്വതന്ത്രമായ അഭിപ്രായം പറയാനെന്നും വിഷയം പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്യുമെന്നും ഹസൻ പറഞ്ഞു. വാസ്തവത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി കേരളത്തിലെ ഒരു MP അല്ലേ, അദ്ദേഹത്തിന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിൽ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അപേക്ഷ കൊടുത്ത ആളുകൾ എത്ര കാലം കാത്തിരിക്കുന്നു എന്ന് അദ്ദേഹം നേരിട്ട് അവരോട് അന്വേഷിച്ചിട്ട് ഇത് എഴുതിയിരുന്നെങ്കിൽ. വിവാദ ലേഖന വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി മുസ്ലിം ലീഗും രംഗത്തെത്തി. രാഷ്ട്രീയ സാഹചര്യം ലീഗ് ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയേണ്ട സമയത്ത് പറയാൻ കെൽപ്പുള്ള പാർട്ടിയാണ് ലീഗെന്നും PK കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. ഇത് സംബന്ധമായ പൊളിറ്റിക്സ് ഒക്കെ പറയണം എന്നുണ്ടെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയാൻ അറിയാവുന്ന സംഘടനയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതേസമയം തരൂരിനെ പിന്തുണച്ച് KN ബാലഗോപാലും ശിവൻകുട്ടിയും അടക്കമുള്ള നേതാക്കളും രംഗത്തെത്തി. കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് ശശി തരൂർ പറഞ്ഞതെന്ന് മന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. എന്നാൽ ശശി തരൂരിന്റെ രാഷ്ട്രീയത്തോട് യോജിപ്പില്ലെന്നും മന്ത്രി പറഞ്ഞു. ശ്രീ ശശി തരൂർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തിൽ എല്ലാവരും ഇന്നിപ്പോൾ അംഗീകരിക്കുന്ന കാര്യമാണ്. അത് നീതി ആയോഗിൻ്റെ കണക്കുകളിലാണ് കേരളത്തിൻ്റെ നേട്ടങ്ങളിൽ ഏറെ പോയിന്റ് ഉള്ളത്. തരൂർ ഒരുപാട് അനുഭവ പാഠവുമുള്ള ആളാണെന്നും കോൺഗ്രസിലെ തന്നെ നിരവധി നേതാക്കൾ പ്രശംസയുമായി വരുമെന്നും ലോകം കണ്ടിട്ടുള്ള ആൾ പറയുന്നത് വിശ്വസിച്ചല്ലേ പറ്റൂ എന്നുമായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. വസ്തുത പൊതുസമൂഹത്തിനു മുൻപിൽ പറയുക മാത്രമാണ് ശശി തരൂർ MP ചെയ്തതെന്നായിരുന്നു CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ പ്രതികരണം. തരൂരിനെ എതിർക്കുന്നവർ വസ്തുതകൾ വച്ചു വേണം ശശി തരൂരിനെ നേരിടാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറഞ്ഞ കാര്യം വസ്തുതയ്ക്ക് നിരക്കാത്തതാണെങ്കിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് തരൂർ പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ശശി തരൂരിന്റെ പ്രസ്താവന വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പറഞ്ഞു. UDF-ന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനോ സമീപിക്കാനോ കഴിയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വസ്തുതകളെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും തരൂരിന്റെ അഭിപ്രായം ശരിയാണെന്ന് പറയാം. ഞാൻ ചോദിക്കട്ടെ, തരൂര് പറഞ്ഞതിൽ എന്താ തെറ്റ്? ന്യൂസ് ഡെസ്ക്, അമൃത TV.